ഹായ് മിച്ചമ്മരെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനത്തെ ഞാൻ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ബ്രെഡ് ബോളാണ്. അപ്പോൾ ബ്രെഡ് വെച്ചാണ് നമ്മൾ ഈ പരിപാടി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ബ്രെഡ് എടുക്കുക, മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് സെറ്റാക്കി എടുക്കുക. അതാണ് നമ്മളെ മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. നല്ലതുപോലെ ഒന്ന് പൊടിയാക്കി എടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ബ്രെഡ് ബോൾ. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ പൊടിച്ച് ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ പാലൊഴിക്കാം, ഇല്ലെങ്കിൽ വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ കുഴച്ചത് നല്ലതുപോലെ ഒന്ന്, അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നല്ല പ്രസ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം കണക്കിന് ആവശ്യത്തിന് ഒഴിച്ച് കുഴക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നമ്മളെ ബ്രെഡ് അത് നല്ലപോലെ കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തുകൊണ്ട് നമുക്ക് നല്ല പഴുത്ത തേങ്ങയാണ് കേട്ടോ, തേങ്ങയും ശർക്കരയാണ് കേട്ടോ. നമ്മളിത് രണ്ട് മാത്രമാണ് അതിൽ ചേർക്കുന്നത് കേട്ടോ. അതായത് നല്ലതുപോലെ ഒന്ന് ശർക്കരയും തേങ്ങയും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കപ്പൊടിയോ അതുപോലെ തന്നെ ജീരകമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാനതൊന്നും ചേർത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കയ്യിൽ ശാലം വെള്ളം തൊട്ടതിന് ശേഷം ഇതുപോലെ എടുത്തൊന്ന് പരത്തുക കേട്ടോ. കയ്യിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് എടുക്കുക. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടെ ആ മിക്സ് കൂടെ നമ്മൾ കുറേശ്ശെ വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ മൂടി കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ആ സൈഡെല്ലാം വെച്ച് നല്ലതുപോലെ അടച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കുക. അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ നമ്മൾ കൈകൊണ്ട് ഉള്ളം കൈക്കകത്തിട്ട് നല്ലതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ റൗണ്ടാക്കുന്ന സമയത്ത് നല്ല ബോൾ പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. എന്നിട്ട് നമുക്കിനടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കാം കേട്ടോ. അങ്ങനത്തെ അടുപ്പൊക്കെ സെറ്റാക്കി ചട്ടിയിൽ വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ച് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഓരോരോ ബോൾസായിട്ട് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലത്തെ ഒരു 4 ബോൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയമാകുമ്പോൾ ഇതെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള എന്താ പറയുക, നമ്മൾ എത്രത്തോളം കട്ടിയാണോ വയ്ക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ വേവിൻ്റെ ഇത് കേട്ടോ. അധികം കട്ടി വേണ്ട കേട്ടോ. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് മുട്ടയിലൊന്ന് എന്താ പറയുക നമ്മൾ നല്ലപോലെ കുളിപ്പിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയിലിട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അതെടുത്തൊന്നുകൂടെ അതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ 4 ബോൾസും ഒന്ന് റെഡിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഞാനതൊന്ന് കട്ട് ചെയ്തൊക്കെ കാണിച്ചു തരാം കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് തീർച്ചയായിട്ടും വീഡിയോയിൽ ചെയ്ത് നോക്കുക. നമ്മളെ കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് മധുരപ്രിയന്മാർക്കാണെങ്കിൽ നല്ല മധുരം ആയതുകൊണ്ട് തന്നെ അവർക്കും നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ശർക്കരയാണ് ഇതിനകത്ത് മധുരത്തിന് നമ്മൾ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ കർക്കണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റുകൾ മാറി വരും. അപ്പോൾ ഞാൻ തൽക്കാലം വേറൊന്നും എടുത്തിട്ടില്ല, ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഈ ഒരു പരുവാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ മച്ചാന്മാരെ നമ്മളിത് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ. കട്ട് ചെയ്ത് കാണിക്കുന്നത് ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ബ്രെഡിൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ ഈ മധുരവും ഈ തേങ്ങയുടെ ഇതൊക്കെ ആയപ്പോഴത്തേക്കും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയിൽ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ച വീഡിയോ ഇട്ട് കാണാം. ബൈ.